സാദാത്യങ്ങളോട് ബഹുമാനമില്ല, അവരാദരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. യഫിറൂന അനിൽ ഉലമാഇ വൽ ഫുഖഹാ, പണ്ഡിതന്മാരിൽ നിന്നും കർമ്മശാസ്ത്രരിൽ നിന്നും ആളുകൾ അകലുന്ന കാലം വരുമെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും തെറി പറയുന്ന കാലഘട്ടം വരുമെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ നോക്കൂ എന്റെ സഹോദരങ്ങളെ, നടുറോട്ടില് വൈകുന്നേരമായ സ്റ്റേജ് കെട്ടി തെറി പറയുന്നത് ആരാ? പണ്ഡിതന്മാരെന്ന് പറയുന്ന ഒരു പറ്റം വേഷധാരികളാ. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ ഒരു കാലഘട്ടം വരാനുണ്ട്. അതേ ആ കാലഘട്ടം സയഅതി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു വമസാജിദുഹും ആമിറാ വഹിയ ഖറാബു മിനൽ ഹുദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് വളവിൽ പള്ളികളാ. അന്ന് ഖുർആനിൽ അതിന്റെ ലിപി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എഴുത്തു മാത്രം ഓതാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പേരുകൊണ്ട് കാനേഷുമാരി മുസ്ലിമീങ്ങൾ ആളുകൾ ഉണ്ടാകും. അതേ പേരുകൊണ്ട് മുസ്ലിങ്ങളായിരിക്കും, പക്ഷെ ഈമാൻ അവർക്കില്ല, ഇസ്ലാമിന്റെ ലക്ഷണം അവർക്കില്ല. ആ കാലത്തെ പള്ളികൾ അമ്പരച്ചുംബികളാ, മധുര മനോഹരമായ പള്ളികളാ, വളവിൽ പള്ളികളാ. മാത്രമല്ല അവരിത്തഹദൂ അൽ മസാജിദ തുർഖാ, ആ കാലത്ത് പള്ളികളൊക്കെ വഴി നടക്കാനുള്ള വഴികളായി മാറും. പള്ളിന്റെ മുറ്റത്തൂടെ ആളുകൾ നടന്നു പോകും, പക്ഷേ പള്ളിയിൽ കറൂല. വളഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദി, അന്ന് പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകും. വസാദൽ ഖബീലത ഫാസിഖുഹു, ഒരു നാട്ടിന്റെ നേതൃത്വം, ഒരു രാജ്യത്തിന്റെ നേതൃത്വം, ഒരു ഭരണപദം കൈകാര്യം ചെയ്യുന്ന നേതാക്കള്, അതേ അവരാരാകും? അവര് വസാദൽ ഖബീലത ഫാസിഖുഹു, ഒരു നേതൃത്വം എന്ന് പറയുന്നത് തമ്മാടികളായി മാറും. നേതൃത്വം തമ്മാടികളാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയായാൽ നിങ്ങളെ കാര്യം കട്ടപ്പുകയാണ്. നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല എന്താന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫബതുനുൽ അർളി ഖൈറുൻ ലക്കും മിൻ ലഹരിഹാ, പോയി മരിച്ചിട്ട് മണ്ണൂരിൽ പോയി കിടക്കലാണ് മനുഷ്യന്മാരെ നിങ്ങൾക്ക് നല്ലത്. കാലം ആ കാലല്ല മോശം, കാലത്തിലെ മനുഷ്യന്മാര് മോശമായാലും പിന്നാരാകുമ്പോ സ്റ്റേജ് കെട്ടിയിട്ട് പണ്ഡിതന്മാരെ തെറി പറയാ, അല്ലേ? ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് തെറി പറയും.